22 വർഷത്തിന് മേളിലായിട്ട് വേലൻപാട്ട് അടക്കം പള്ളിപ്പാന മഹാകർമ്മത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ആളാണ് ഞാൻ. അമ്പലപ്പുഴയിൽ 2014 നടന്ന പള്ളിപ്പാനയും അതിന് 12 വർഷം മുമ്പ് നടന്ന പള്ളിപ്പാനയിലും കാർമ്മികനായി എത്തുകയും കഴിഞ്ഞ പള്ളിപ്പാന മഹാകർമ്മത്തിൽ എൻ്റെ അച്ഛനായ VK കൃഷ്ണൻ ആണ് പള്ളിപ്പാനയുടെ മുഖ്യ കാർമ്മികനായി പള്ളിപ്പാന വിജയകരമായി നടത്തിയത്. അതിൽ കാർമ്മികനായും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ജീവിതം ഭഗവാനായി സമർപ്പിച്ച മാന്നാർ ഉണ്ണികൃഷ്ണൻ വീണ്ടും ഒരു പള്ളിപ്പാനയ്ക്കായി ഭഗവാന്റെ മണ്ണിൽ. കഴിഞ്ഞ പള്ളിപ്പാനയ്ക്ക് പിതാവ് VK കൃഷ്ണനൊപ്പം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭഗവത് പൂജ നടത്തിയിരുന്ന മാന്നാർ ഉണ്ണികൃഷ്ണൻ ഇത്തവണ എത്തുന്നത് പള്ളിപ്പാനയുടെ ആചാര്യനായാണ്. അമ്പലപ്പുഴയിലെ പള്ളിപ്പാന ഒരു വിശേഷം 15 ദിവസമായിട്ടാണ് 18 കർമ്മങ്ങളും നടക്കുന്നത്. ആ മഹാകർമ്മത്തിന് അമ്പലപ്പുഴയിലെ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട അവകാശികളുണ്ട്. അതിൽ ഇന്നിപ്പം അവകാശം നിലനിൽക്കുന്നത് അമ്പലപ്പുഴ കോമന ഹരിദാസാണ്. അദ്ദേഹമാണ് പള്ളിപ്പാനയുടെ ഇപ്പോഴത്തെ അവകാശി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പള്ളിപ്പാനയിൽ ആ മഹൽ കർമ്മത്തിൻ്റെ മുഖ്യ കാർമ്മികനായിട്ട് 18 മഹൽ കർമ്മങ്ങളും കാപ്പുകെട്ടി ഭഗവാനെ കുടിയിരുത്തിയാൽ തുടർന്ന് വരുന്ന രക്ഷാകലശ പൂജയും കുഴിബലി, വട്ടടബലി, നിണബലി, ദിക്ബലി അടക്കമുള്ള എല്ലാ കർമ്മങ്ങളും നടക്കുകയും കൂടാതെ വലിയ കൂമ്പുബലി, ചെറിയ കൂമ്പുബലി, അടവി അടക്കം വിശേഷാലാണ് അമ്പലപ്പുഴയിലെ അടവി. ഈ അടവി അടക്കമുള്ള മഹൽ കർമ്മങ്ങൾ ഈ 15 ദിവസങ്ങളിലായിട്ട് നടക്കും. മണർകാട് ദേവീക്ഷേത്രത്തിൽ 2 പതിറ്റാണ്ടിന് ശേഷം പള്ളിപ്പാന നടത്തിയപ്പോൾ ആചാര്യനാകാനുള്ള ദൈവനിയോഗം മാന്നാർ ഉണ്ണികൃഷ്ണനായിരുന്നു. കടയ്ക്കൽ ദേവീക്ഷേത്രം ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ പള്ളിപ്പാന ആചാര്യനായിരുന്ന ഈ ഭക്തൻ അനേക ക്ഷേത്രങ്ങളിലും ഗൃഹങ്ങളിലും വേലൻ കർമ്മം പ്രവൃത്തിശുദ്ധിയോടെ ചെയ്തു വരുന്നുണ്ട്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ മണ്ണിൽ ഭക്തിയുടെ നിറകുടവുമായി മാന്നാർ ഉണ്ണികൃഷ്ണൻ എത്തുന്നത് ഇത് 3ാം തവണയാണ്. ഈ കർമ്മം നടക്കുമ്പോൾ പ്രകൃതിയും ഓംകാര ശബ്ദവും മനുഷ്യനും പ്രകൃതിയും ഒന്നാണ് എന്നുള്ള ഒരു ധ്വനി വരികയും മനുഷ്യനുള്ളിലെ അക്രമവാസനകൾ മാറി അവന് ആത്മീയമായ സുഹൃതം കിട്ടുകയും ചെയ്യും. അപ്പോൾ ക്ഷേത്രത്തിനും ഗ്രഹങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകും. ഇത് കാലാകാലമായി ഈ പള്ളിപ്പാനയുടെ വിശേഷാൽ കർമ്മങ്ങൾ ഇന്നും മുറതെറ്റാതെ അമ്പലപ്പുഴയിൽ നടക്കുന്നു. ആ കർമ്മത്തിൻ്റെ മഹത്വം ജനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ധാരാളം ജനങ്ങൾ എത്തിച്ചേർന്ന ഈ മഹൽ കർമ്മം. ഈ കർമ്മത്തിനെല്ലാവരും പങ്കെടുക്കുക, ആത്മസംതൃപ്തി നേടുക, കാലനാമ ദുരിതങ്ങൾ മാറുക.